നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വിഭജന ഭീതി ദിനം ആചരിച്ച ABVP. പുലർച്ചെ 12:30യോടെയാണ് വിഭജന ഭീതി ദിനം ആചരിച്ചത്. ABVP ദേശീയ നിർവാഹക സമിതി അംഗം അഭിനവ് തുണേരയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. എല്ലാ ജില്ലകളിലും ഓരോ ക്യാമ്പസുകളിൽ പരിപാടി നടത്തുമെന്ന് ABVP സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ഡോക്ടർ KV വിശ്വനാഥിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി സ്ഥിര നിയമനം. നിലവിൽ DMEയുടെ ചുമതല വഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പ്രൊഫസറായിരുന്നു ഡോക്ടർ വിശ്വനാഥൻ. സീനിയോറിറ്റി മറികടന്നാണ് ഡോക്ടർ വിശ്വനാഥന് നിയമനം നൽകിയതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇത്തവണ 12 അംഗ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ 6ാമത്തെ ആളായിരുന്നു KV വിശ്വനാഥൻ. ലിസ്റ്റിൽ സീനിയോറിറ്റി ഉള്ളവരെ മറികടന്നാണ് നിയമനമെന്നതാണ് ആരോപണം. ഡോക്ടർ ഹാരിസിനെതിരായ നീക്കങ്ങളിൽ ഡോക്ടർ വിശ്വനാഥിന്റെ നിലപാടുകൾ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വിവാദമായിരുന്നു. സ്ഥാനക്കയറ്റത്തിനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു. സഹകരണ ബാങ്കിൽ സ്ഥാനക്കയറ്റത്തിനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന പരാതിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിനെതിരെ പോലീസ് കേസെടുത്തു. അരിയൂർ ബാങ്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരിക്കവേ ക്ലർക്കായി ഉദ്യോഗ കയറ്റത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് പരാതി. ബീഹാറിലെ മഗധ യൂണിവേഴ്സിറ്റിയുടെ BCom കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത്. വകുപ്പ് തല അന്വേഷണത്തിൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി. തുടർന്ന് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. ഗഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയപ്പോൾ പാമ്പ് കടിയേറ്റു. പുരസ്കാരം വാങ്ങാൻ കാത്തു നിൽക്കാതെ മികച്ച കർഷക ജസ്ന യാത്രയായി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മികച്ച വനിതാ കർഷക അവാർഡ് ജേതാവായ ജസ്നയ്ക്ക് പക്ഷേ അവാർഡ് സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. വിധി അണലിയുടെ രൂപത്തിൽ ജീവൻ കവരുകയായിരുന്നു. അവാർഡ് ദാനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ജസ്നയുടെ വിയോഗം. അണലിയുടെ കടിയേറ്റാണ് ഇവർ മരിച്ചത്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1090 പേർക്കാണ് ഇത്തവണ മെഡൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 233 പേർക്ക് ധീരതയ്ക്കും 99 പേർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകളാണ് ലഭിച്ചത്. 58 പേർക്ക് സുസ്ഥിര സേവനത്തിലുള്ള മെഡലുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് SP അജിത് വിജയനാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 100 പേർക്ക് സുസ്ഥിരമായ സേവനത്തിനുള്ള മെഡൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.